തിരുവനന്തപുരം കീഴാറൂർ പോക്സോ കേസിൽ പ്രതി പിടിയിലായത് VS ഭവനിൽ സജു മുൻപും സമാനമായ കേസുകളിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം എടക്കര ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ മോഷണശ്രമം നടന്നത് ഞായറാഴ്ച പുലർച്ചെ. മോഷ്ടാക്കൾക്കായി എടക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ആര്യൻകോട് പോലീസുകാരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിലായത് ഇടവാൾ സ്വദേശി നിതീഷും കുരുന്തലക്കോട് സ്വദേശി അനീഷും. ഒന്നാം പ്രതി അനന്തുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബാറിലെ സംഘർഷത്തിൽ ഒടുവിലായിരുന്ന പ്രതി പിടിയിലായത് മുളയങ്കോട് സ്വദേശി രാജേഷ്. തിരുവോണ ദിനത്തിലെ ആക്രമണം മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനാൽ. ആലപ്പുഴ കുട്ടനാട് AC റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ പാലത്തിൽ വിള്ളലെന്ന് പരാതി. കോൺക്രീറ്റ് മിശ്രിതത്തിന്റെ ഗുണനിലവാരമില്ലായ്മ വിള്ളലിന് കാരണമായെന്നും ആരോപണം. മറ്റു പാലങ്ങളിലും സമാനമായ സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം. കൊല്ലം പോരുവഴിയിൽ കാട്ടുപന്നി കിണറ്റിൽ വീണു. തെങ്ങുവിളയിൽ പ്രസാദിന്റെ പുരയിടത്തിലുള്ള ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പന്നി വീണത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പന്നിയെ കണ്ടത്. വനപാലകരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മലപ്പുറം നിലമ്പൂർ മുണ്ടേരി ഫാമിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. കാട്ടാന എത്തിയത് തണ്ടൻകല്ല് നഗർഭാഗത്ത് നിന്ന്. കാട്ടാനകൾ കാട് കയറിയത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. കോട്ടയം കുമരകം യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുസ്പർശം പരിപാടിയുടെ ഭാഗമായി. സൗജന്യ ഭക്ഷണ വിതരണം എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച. തൃശൂർ കേരളവർമ്മ കോളേജിന്റെ ചരിത്രത്തെക്കുറിച്ച് MM റസാഖ് എഴുതിയ